ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ വിക്രം നല്ല ഉറക്കമുള്ള സമയത്ത് വിക്രത്തിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. ശേഷമാണെന്നുണ്ടെങ്കിൽ വിക്രത്തിന് ഒരു വലിയൊരു മരക്കഷ്ണം വെച്ച് കാലിലേക്ക് അടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം അമ്മമ്മ തൻ്റെ കാലിലടിച്ചപ്പോഴാണല്ലോ തനിക്ക് ആ ഒരു പഴയ തിരിഞ്ഞ ബുദ്ധി പോയിട്ട് ഇപ്പം നല്ല ബുദ്ധിയിലേക്ക് വന്നത്, അതായത് എല്ലാവരും സ്നേഹിക്കുന്ന നല്ലൊരു മനസ്സ് വന്നത് ഈ ഒരു സമയത്താണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ്റെ വിക്രത്തിൻ്റെ കാലും തല്ലി ഒടിക്കുകയാണെങ്കിൽ അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടായാലോ എന്ന് പ്രകാശനെ ആലോചിച്ചിട്ട് പ്രകാശൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വിക്രം ഉറങ്ങുന്ന സമയത്ത് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുവാണ്. ഒരു മുട്ടൻ വടി എടുത്തിട്ട് കാല് തല്ലി ഒടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രത്തിനെ സൂക്ഷിച്ച് നോക്കുക കേട്ടോ. പെട്ടതിൻ്റെ വിക്രം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ, നിങ്ങളിതിൽ എന്നെ നോയിക്കൊണ്ടിരിക്കണത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പ്രകാശന് എന്ത് പറയണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ പ്രകാശൻ പെട്ടെന്ന് തന്നെ അത് മക്കളെ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായില്ലേ, അപ്പോൾ നിന്നെ കണ്ട് കൊതി തീർന്നില്ല മക്കളെ, അതുകൊണ്ട് നിന്നെ നോക്കിയതാണ്. രാത്രി ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ മനുഷ്യൻ പേടിച്ചു പോകുമല്ലോ എന്ന് പറയണം. എടാ മക്കളെ, ഞാനിവിടെ നോക്കണത് വേറെ ആരുമല്ലല്ലോ, പിന്നെ നിനക്കെന്തിനാ പേടിക്കാനായിട്ട്, എന്നാലും രാത്രി ഇങ്ങനെയൊക്കെ വന്ന് നോക്കുമ്പോഴേക്കും പേടിയായി പോകും എന്ന് പറയണം. പ്രകാശം പണ്ട് മക്കളെ ഞാൻ നിൻ്റെ കൂടെ ഇവിടെ കിടന്നോട്ടെ, വേണ്ട ഇവിടെ ഒരുപാട് റൂമില്ലേ അവിടെ എങ്ങാനും പോയി കിടന്നോ എന്ന് പറയാണ്. അത് എടാ കുറേ നാളായിട്ട് നമ്മൾ ഒരുമിച്ച് കിടന്നിട്ട്, അതൊക്കെ മുമ്പ്, ഇപ്പം എനിക്ക് നിങ്ങൾ വലിയ വിശ്വാസമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കിടന്നോ എന്നിങ്ങനെ പറയാട്ടോ. ആ സമയത്ത് നമ്മുടെ പ്രകാശനാണെങ്കിൽ ഈ പ്ലാൻ പൊളിഞ്ഞു പോയല്ലോ, കുഴപ്പമില്ല, ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ കാല് തല്ലി ഒടിച്ചേ പറ്റൂ എന്ന് പ്രകാശന് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വിക്രമാണെന്നുണ്ടെങ്കിൽ സ്റ്റെഫീനെ കാണാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോൾ സ്റ്റെഫീനെ കാണുമ്പോഴേക്കും സ്റ്റെഫി പറയുന്നുണ്ട്, വിക്രമാദിത്യൻ അല്ലേ, അതെ, ഗംഗ പറഞ്ഞിരുന്നു, ഗംഗ സ്റ്റെഫി ചേച്ചിനെ കുറിച്ച് എന്നോടും പറഞ്ഞിരുന്നു. ഞാൻ അവിടെ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഗംഗേട്ടനും അതുപോലെ തന്നെ രാഹുൽ അങ്കിളിനും ഒരു വാക്ക് കൊടുത്തായിരുന്നു, കല്യാണിനെ കാർത്തികനെയും ഇല്ലാതാക്കിയിട്ടേ അവരുടെ ചിതാഭസ്മം കൊണ്ട് ഞാൻ ജയിലിലേക്ക് പരോള് കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ എന്ന്. ആ വാക്ക് എനിക്ക് പാലിക്കണം എന്ന് പറയണം. വിക്രത്തിനോട് സ്റ്റെഫി പറയുന്നുണ്ട്, വിക്രത്തിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരും, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ ഗംഗയുടെ കൂട്ടുകാർ എല്ലാവരും തന്നെയുണ്ട്, എല്ലാം പറഞ്ഞിരുന്നു. സ്റ്റെഫി ചേച്ചിക്ക് അറിയാവോ, ആ കല്യാണി കാർത്തികൻ കൂടിയിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ കുളം തോണ്ടിയത്, ഇപ്പോൾ ഞാൻ ഒന്നും ഇല്ലാത്തവനായിപ്പോയി, എനിക്കറിയാം. അതുപോലെ തന്നെ ഈ ഗംഗ ഇത്രയും ദിവസമൊന്നും ജയിലിൽ കിടക്കാറില്ല, ആദ്യമായിട്ട് അവനിങ്ങനെ ജയിലിൽ കിടക്കണത്. എല്ലാത്തിനും കാരണം ആ കിരണവും കല്യാണിയാണല്ലോ, നിന്നെപ്പോലെ തന്നെ അവരോട് ദേഷ്യമുണ്ട് ഗംഗയ്ക്ക് ഇപ്പോൾ എന്ന് പറയാണ്. എന്തായാലും വേണ്ടില്ല, ഈ പ്രാവശ്യം പരോളിനെ എന്തായാലും ഇറങ്ങി, ഇനി കിരണിൻ്റെ കല്യാണിനെയും അതുപോലെ തന്നെ കാർത്തികനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ തിരിച്ചു അകത്തേക്ക് പോകുള്ളൂ എന്ന് പറയണം. ഗംഗ അവിടെ നിന്ന് ഇറങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് സ്റ്റെഫി ചോദിക്കുമ്പോഴേക്കും വിക്രം പറയണ്ട്, അവിടെ നിന്ന് മതിൽ ചാടാനുള്ള ഏറെ കുറേ കാര്യങ്ങളൊക്കെ ഗംഗേട്ടൻ അവിടെ ചെയ്തിട്ടുണ്ട്, അവൻ മതിൽ ചാടുമെന്ന് പറഞ്ഞാൽ ചാടിയിരിക്കും. അങ്ങനെ അവൻ മുമ്പ് തമിഴ്നാട്ടിലെ ജയിലിലായിരുന്ന സമയത്ത് എത്ര സിമ്പിളായിട്ടാണ് അവൻ മതിൽ ചാടിയത്, പക്ഷെ ഇവിടെയാണ് ഇത്തിരി പണി. അതെ ഗംഗേട്ടൻ്റെ എല്ലാ സ്വഭാവവും അവർക്കറിയാം. അത് മാത്രമല്ല അവനുണ്ടല്ലോ ആ കിരണിൻ്റെ അച്ഛനുണ്ട് ഒരു ചന്ദ്രസേനൻ, അയാളുടെ ആൾക്കാരാണ് ഇവിടുത്തെ പോലീസുകാരും ഗുണ്ടകളൊക്കെ, അതുകൊണ്ടാണ് ഗംഗേട്ടനെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റാത്തത്. മതിലൊക്കെ പൊക്കി കെട്ടിയിരിക്കുക ഗംഗേട്ടനെ പേടിച്ചിട്ട്. കുഴപ്പമില്ലട വിക്രം, ഗംഗ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരും എന്നൊക്കെ പറയാട്ടോ നമ്മുടെ സ്റ്റെഫി. അതിനുശേഷമാണ് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയും അതുപോലെ തന്നെ മരിയനെയാണ്. രാവിലെ 4 മണിക്ക് തന്നെ മനോഹർ ഫ്ലാറ്റിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. മരിയ, നമുക്ക് പുറപ്പെടണ്ടേ? പുറപ്പെടാം, എല്ലാ സാധനങ്ങളൊക്കെ എടുത്തല്ലോ അല്ലേ, എല്ലാം എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്, നമുക്ക് കാറിലേക്ക് പോയാലോ? പോകാലോ എന്ന് പറയാണ്. അങ്ങനെ അവരുടെ പെട്ടികളെല്ലാം തന്നെ കാറിലേക്ക് കയറ്റി വെക്കുക കേട്ടോ. ആ കൂട്ടത്തിൽ അല്ല മറ്റേ ബാഗ് എവിടെ എന്ന് മനോഹർ ചോദിക്കുന്നുണ്ട്. മറ്റേ ബാഗോ? എല്ലാ ബാഗും ഉണ്ടല്ലോ എന്ന് പറയാണ്. എടി, നമ്മൾ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ച ബാഗ് എവിടെയെന്ന്? ആ ബാഗ് എവിടെ പോയി എന്ന് അത് കൊള്ളാം, എൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ഫ്ലാറ്റിൽ എത്ര ദിവസം നീയല്ലേ ഉണ്ടായിരുന്നത്, എന്നിട്ട് ആ ബാഗ് എവിടെയെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അയ്യോ മനോഹർ, ആ ബാഗ് ഈ കൂട്ടത്തിൽ ഉണ്ടായതാണ്, ആ ഫ്ലാറ്റിൽ ഒന്നും കൂടി നീ നോക്കിക്കേ എന്ന് പറയണം. അങ്ങനെ മരിയ മനോഹറിൻ്റെ വീണ്ടും ഫ്ലാറ്റിലേക്ക് പോയി നോക്കുവാണ്. അവിടെ പോയി നോക്കുമ്പോഴേക്കും അവിടെ ഒന്നും തന്നെ കേട്ടോ, ശൂന്യമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ മനോഹർ വീണ്ടും ചോദിക്കേണ്ടത്, എൻ്റെ മരിയ ആ ബാഗ് എവിടെയെന്ന് ചോദിക്കുകയാണ്. സത്യമായിട്ട് എനിക്കറിയില്ല മനോഹർ എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് മരിയ പറയണത്, എനിക്കൊരു സംശയം, നിൻ്റെ ഏതോ ഒരു അമ്മാവൻ്റെ മോള് കഴിഞ്ഞ ദിവസം ഫ്ലാറ്റിലേക്ക് വന്നിരുന്നില്ലേ? ഇനി അവളെങ്ങാനും എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴാണ് മനോഹറിനൊരു സംശയം തോന്നുന്നത്, ഈശ്വര, ഇനി സരയും എങ്ങാനും ആണോ? അങ്ങനെ ആവാൻ ഒരു വഴിയില്ല, അവൾ കൈ വീശിയിട്ടാണല്ലോ തിരിച്ചു പോയത്, പക്ഷേ ഇനി അവൾ പണി തന്നതാണോ? മനോഹറിനെ പ്രാന്ത് പിടിക്കട്ടോ. മരിയടുത്ത് പറഞ്ഞു, എന്നാലും പാസ്പോർട്ടൊക്കെ എവിടെയെങ്കിലും അങ്ങനെ വെച്ചാൽ മതിയോ? അത് നിൻ്റെ ഷെൽഫിലോ ബാഗിലോ വെക്കണ്ടേ? എൻ്റെ മനോഹറെ, എൻ്റെ ഫ്ലാറ്റിൽ വേറെ ആര് വരാനാ? ആകെ വന്നത് നിൻ്റെ കസിന് മാത്രമാണ്,
അവളായിരിക്കും മിക്കവാറും എടുത്തുകൊണ്ട് പോയത് എന്ന് പറയാണ്. ഷോ തലക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് പറയാണ്. അതേസമയം നമ്മുടെ സരയു ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അവൻ അമേരിക്കയിൽ പോയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു ഒരുപാട് സ്വപ്നം കണ്ടതാണ്, എല്ലാം വെറുതെ ആയി. ഇനി അവനെ അമേരിക്കയിൽ പോണത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് തന്നെ സരയു ആ പാസ്പോർട്ട് കയ്യിലേക്ക് എടുക്കേണ്ട, രണ്ടുപേരുടെയും പാസ്പോർട്ട് സരയുവിൻ്റെ കയ്യിലാട്ടോ. അതിനുശേഷം ആ പാസ്പോർട്ട് കത്തിച്ച് കളഞ്ഞ് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യാണ് നമ്മുടെ സരയു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ്. മനോഹർ ദേഷ്യം കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. സരയു എന്ന് പറയാണ്. എന്താ മനുവേട്ടാ, സത്യം പറ, കഴിഞ്ഞ ദിവസം ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ നീ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തായിരുന്നോ? ഞാനെന്തെടുക്കാനാ? ഫ്ലാറ്റിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോയപ്പോഴേക്കും മനുവേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായില്ലേ? അപ്പം മനുവേട്ടൻ കണ്ടതല്ലേ, എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. സരയു സത്യം പറ, എൻ്റെ പാസ്പോർട്ട് മിസ്സിംഗ് ആണ്. നമ്മൾ ഇന്ന് അമേരിക്ക പോകാൻ നിന്നതല്ലേ, ഇപ്പം നിൻ്റെ പാസ്പോർട്ടും അവിടെ മാത്രമേ അവിടെ ഉള്ളൂ, എൻ്റെ പാസ്പോർട്ട് മിസ്സിംഗ് ആണെന്ന് പറയാണ്. അതെയോ, എനിക്കറിയില്ല മനുവേട്ടാ. ഇനി നമ്മൾ മറ്റേ സിനിമയിൽ കാണുന്ന പോലെ മനുവേട്ടൻ്റെ പാസ്പോർട്ട് ഏതെങ്കിലും എലിക്കരണ്ട് തിന്ന് കാണുമായിരിക്കും. സരയു നീ വെറുതെ കളിക്കല്ലേ, എന്നെ പ്രാന്ത് പിടിക്കല്ലേ, മര്യാദയ്ക്ക് ആ പാസ്പോർട്ട് എവിടെ നിന്ന് പറ സരി എന്ന് പറയാണ്. വേണ്ടടാ, നീ പോകണ്ട, നീ അമേരിക്ക പോകണ്ട, നീ ആരാണെന്ന് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടാ. നിനക്ക് അമേരിക്ക പോകണോലടാ, നീ രക്ഷപ്പെടണോലടാ, നിനക്ക് പുതിയ ഭാര്യയുടെ കൂടെ പോകണോലടാ ചതിയ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹര കട്ടിലേക്ക് എടുത്ത് എറിഞ്ഞ് തലയിൽ ആ വലിയൊരു ഒലക്ക കൊണ്ടു വെച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ പോകുന്ന ഭാഗവും പ്രൊമോയിൽ കാണിക്കാൻ കേട്ടോ. എന്തായാലും മനോഹര അടി കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ അറിയാൻ സാധിക്കുള്ളൂ. അതേസമയം പ്രകാശനാണെന്നുണ്ടെങ്കിൽ വിക്രത്തോട് പറയുന്നുണ്ട്, എടാ വിക്രം, നീ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണോട്ടോ. അതെന്താടോ അങ്ങനെ താൻ പറഞ്ഞത്? അല്ല, ആ കിരണിൻ്റെ അച്ഛൻ്റെയും ആൾക്കാരൊക്കെ പുറത്ത് നിന്നെ തിരഞ്ഞു നടക്കുവാണ്, അതുകൊണ്ട് നീ സൂക്ഷിച്ചൊക്കെ പോകണം. എന്നെ സൂക്ഷിക്കാനേ എനിക്കറിയാം, താനായിട്ട് എനിക്ക് പണി തരാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകാണ്. ശേഷം നമ്മുടെ പ്രകാശൻ കല്യാണിനെ കാണാൻ വേണ്ടി പുറത്ത് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ അമ്പലത്തിൽ വെച്ച് കല്യാണി സൗകര്യമായിട്ട് കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് കല്യാണിയും അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. കല്യാണി വേഗം പ്രകാശിൻ്റെ അടുത്തേക്ക് പോവാണ്. അച്ഛാ, എന്തൊക്കെയാണ് ചെയ്ത് കേൾക്കണത്? എന്താ മോളെ? അല്ല, വിക്രത്തിനെ പരോളിൽ ഇറങ്ങാൻ വേണ്ടി അച്ഛനാണോ കൂടെ പോയത്? എൻ്റെ മോളെ, അവൻ്റെ ഉദ്ദേശം നിനക്കറിയില്ല. അവൻ്റെ കൂടെ അവൻ ഒറ്റയ്ക്കല്ല, പിന്നെ ആരാച്ചുള്ളത്? ആ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അവൻ്റെ ഏതോ ഒരു കാമുകിയാണെന്ന് തോന്നുന്നത്, കാമുകിയും അതുപോലെ തന്നെ അവൻ്റെ ഏത് തമിഴ്നാട്ടിലെ കൂട്ടുകാരൊക്കെ അവൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം മോളെ നീ എന്ന് പറഞ്ഞു. അച്ഛനോട് ഇതൊക്കെ ആര് പറഞ്ഞു? ഇതൊക്കെ ഞാൻ അറിഞ്ഞതാ മോളെ. അവൻ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ കേട്ടതാ. അവനെന്നെ വലിയ വിശ്വാസമൊന്നും ഇല്ല, എങ്കിലും ഞാൻ കേട്ടതാ മോളെ എന്ന് പറയാണ്. ശരി അച്ഛ, ഇത് വലിയൊരു ഇൻഫോർമേഷനാണ് എന്തായാലും കിട്ടിയിരിക്കുന്നത്. അച്ഛന് സൂക്ഷിക്കണം കേട്ടോ. അച്ഛൻ ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വിക്രം എന്തും ചെയ്യാനും മടിക്കില്ല, അതുകൊണ്ട് അച്ഛനും സൂക്ഷിക്കണം എന്ന് കല്യാണി പറയാണ്. മോളെ, എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കരുത്, എനിക്ക് അത്രയേ ഉള്ളൂ. അച്ഛന് ഇപ്പം പിന്നെയും വിശ്വാസം പോയിരിക്കുക എല്ലാവർക്കും, അതൊന്നും സാരില്ല മോളെ, എൻ്റെ മോൾക്ക് എന്നെ വിശ്വാസമില്ലേ, എനിക്കത് മാത്രം മതി എന്ന് പറയാണ്. കല്യാണിക്ക് ഭയങ്കര സന്തോഷമാവട്ടെ. അച്ഛാ സൂക്ഷിക്കണേ അച്ഛാ എന്ന് പറയുമ്പോൾ, ഞാൻ സൂക്ഷിച്ചോളാം മോളെ, നീ പേടിക്കണ്ട എന്നൊക്കെ പറയാണ്. അതിനുശേഷം വീണ്ടും കാണിക്കുന്ന വിക്രത്തിനെയാണ്. വിക്രത്തിനോട് സ്റ്റെഫി പറയുന്നുണ്ട്, കിരണിനെയും കല്യാണിനെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവർ നാളെ 10 മണിക്ക് ആ സ്ഥലത്തെത്തും. ബാക്കി കാര്യങ്ങൾ നീ ചെയ്യണം എന്ന് പറയാണ്. എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് വിക്രവും പറയുന്നിടത്താണ് കേട്ടോ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.